ദൈവം എളിയവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. 46-ാം സങ്കീർത്തനം 1 മുതൽ 11 വരെ. ചിന്തയ്ക്കായിട്ട് 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലെ അപരിഷ്കൃത വർഗക്കാരനായ ഷോമ അരൂമി എന്ന ബാലൻ്റെ ജീവിതത്തെ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചുവിട്ട ഒരു സംഭവമുണ്ടായി. ആടിനെ തീറ്റുകയായിരുന്നു അവൻ്റെ ജോലി. സ്കൂളിൽ പോകുന്നത് മടിയന്മാരുടെ തൊഴിലായിട്ടത്രേ ആഫ്രിക്കയിലെ കിരാതവർഗക്കാർ അന്ന് കരുതിയിരുന്നത്. പക്ഷേ ഈ ബാലനെ എഴുത്തും വായനയും പഠിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ടായി. അവൻ പിതാവിനോട് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. എങ്കിൽ ഒരു പറ്റ ആടിനെ കൂടി നിനക്ക് വാങ്ങിച്ചു തരാം. തൊഴിലില്ലാത്തവരുടെ പണിക്ക് നിനക്ക് പോകണോ? അതായിരുന്നു അവൻ്റെ പിതാവിൻ്റെ പ്രതികരണം. ഷോമ അരൂമിയും 2 കൂട്ടുകാരും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. ഒരാൾ ആടിനെ നോക്കുമ്പോൾ 2 പേർ സ്കൂളിൽ പോകുക. അങ്ങനെ മാറി മാറി അവർ 3 പേരും സ്കൂളിൽ പോകണമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അരൂപി എഴുത്തും വായനയും പഠിച്ചു. എന്നാൽ അതുകൊണ്ട് അവൻ തൃപ്തനായില്ല. അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് 3 നാഴിക അകലെ ഒരു സ്കൂളുണ്ടായിരുന്നു. അവിടെ പോയി പഠിക്കണം. ആണ്ടിൽ 1 ഷില്ലിംഗ് ഫീസ് കൊടുക്കണം. ഏതായാലും പിതാവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ സാധ്യമല്ലെന്നായിരുന്നു പിതാവിൻ്റെ മറുപടി. ആ ബാലൻ പിന്നീട് തൻ്റെ മുത്തശ്ശിയെ സമീപിച്ചു. മുത്തശ്ശിയുടെ പച്ചക്കറി തോട്ടത്തിൽ എന്തെങ്കിലും പണി ചെയ്തു കൊടുക്കാം, ഒരു കോഴിയെ പ്രതിഫലമായി കൊടുക്കണമെന്ന് മുത്തശ്ശിയോട് അവൻ പറഞ്ഞു. മുത്തശ്ശി സമ്മതിച്ചു. അങ്ങനെ അവൻ പണി ചെയ്ത് കൂലിയായി കിട്ടിയ കോഴിയെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് 1 ഷില്ലിംഗ് സമ്പാദിച്ചു. ആ ഷില്ലിങ്ങുമായി അടുത്ത ദിവസം അവൻ സ്കൂളിൽ പോയി. വൈകുന്നേരമാണ് ഫീസ് പിരിക്കുന്നത്. ഷില്ലിംഗ് പോക്കറ്റിലിട്ടു. വൈകുന്നേരം മണിയടിച്ചു. ഹെഡ്മാസ്റ്ററുടെ അടുക്കിലേക്ക് പോയ ബാലൻ പോക്കറ്റിൽ തപ്പി നോക്കി. ഷില്ലിംഗ് കാണുന്നില്ല. കൂട്ടുകാരെല്ലാം കൂടി വന്നു അരിച്ചു വെറുക്ക് നോക്കി. കാണുന്നില്ല. അരൂമി നിരാശനായി. ഹെഡ്മാസ്റ്റർ വിവരമറിഞ്ഞു. 1 ദിവസം കൂടി അവന് നീട്ടിക്കൊടുത്തു. അരൂമി അത്യന്തം ദുഃഖിതനായി വീട്ടിലെത്തി. അന്ന് അവൻ അത്താഴം കഴിച്ചില്ല. ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ബാലൻ പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ പിതൃ സഹോദരൻ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുള്ളത് ഓർത്തു. അവനന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. കാണാതെ പോയ ഷില്ലിങ്ങിനെക്കുറിച്ചും സ്കൂൾ ഫീസിൻ്റെ കാര്യവും ദൈവത്തോട് പറഞ്ഞു. പിന്നീട് അവൻ ഉറങ്ങാൻ പോയി. എത്ര നേരം ഉറങ്ങിയെന്ന് നിശ്ചയമില്ല. അരൂമി ഒരു സ്വപ്നം കണ്ട് ആരോ വളരെ വ്യക്തമായി തന്നോട് സംസാരിക്കുന്ന പോലെ അവന് തോന്നി. അരൂമി റോമാലേഖനം 10:12 വായിക്കുക എന്ന് അവന് ഒരു ശബ്ദം കേട്ടു. അതിരാവിലെ അവൻ എഴുന്നേറ്റു. ബൈബിൾ തുറന്നു. അരൂമി വേദഭാഗം തപ്പിയെടുത്തു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം കർത്താവ് സമ്പന്നനാകുന്നു എന്ന വേദഭാഗം. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന് ആ ബാലൻ വിശ്വസിച്ചു. പെട്ടെന്ന് അവൻ ഓർത്തു തലേ ദിവസം കൂട്ടുകാരുമൊത്ത് സ്കൂളിൻ്റെ മുറ്റത്ത് കുത്തിമറിഞ്ഞ് കളിച്ച കാര്യം. അവൻ സ്കൂളിലേക്ക് ഓടി. സ്കൂളിൻ്റെ മുറ്റത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ആ നാണയം സൂര്യപ്രകാശം തട്ടി മിന്നിത്തിളങ്ങുന്നത് അവൻ കണ്ടു. നഷ്ടപ്പെട്ട ഷില്ലിംഗ് തിരിച്ചു കിട്ടി. അവൻ ഫീസ് കൊടുത്തു, പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അരൂമി പറയാനുള്ളത് കർത്താവ് സമ്പന്നനാകുന്നു എന്നാണ്. ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തി അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ പറയുവാനുണ്ട്. ദൈവം സമ്പന്നൻ മാത്രമല്ല, എളിയവൻ കൂടിയാകുന്നുവെന്ന്. ആഫ്രിക്കയിലെ പുല്ലുമേഞ്ഞ ചെറ്റപ്പുരയിലേക്ക് കുനിഞ്ഞു നോക്കുവാനും ഒരു പാവപ്പെട്ട നീഗ്രോയുടെ പ്രാർത്ഥന കേൾക്കുവാനും തക്കവണ്ണം എളിമയുള്ളവനാണ് ദൈവമെന്ന്. ദൈവം സർവശക്തനും സർവവ്യാപിയും മാത്രമല്ല, ഏത് എളിയവൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നവൻ കൂടിയാണെന്ന്. ഓർക്കണമേ, വേദനയും അധ്വാനവും കൂടാതെ വിലപ്പെട്ടതൊന്നും നേടാനാവില്ല. മത്തായിയുടെ സുവിശേഷം 7:7. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.